ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ പിന്നെ എളുപ്പമായി. കൈലാഷ്, നീ കുടിച്ചിട്ടുണ്ടോ? ഓ ഉണ്ട്. അതിലിപ്പോ എന്താ? ഞാൻ എന്തിനാ കുടിച്ചെന്ന് ചോദിക്കേ? ആര് കാരണം കുടിച്ചെന്ന് ചോദിക്കേ? ഇവള് കാരണം. നിൽക്കുന്നില്ലേ? ഇവളാണ് എല്ലാത്തിനും കാരണക്കാരി. കേക്ക് സാർ, പ്ലീസ് സാർ. സാർ വേണ്ട സാർ. സാർ സാർ ഞാൻ പറയുന്നത് കേക്ക് സാർ. ഒന്ന് പോകും സാർ. വേണ്ട, അവനെ വെറുതെ വിട്. നിങ്ങളെല്ലാവരും എന്ത് കാണാൻ നിൽക്കുക? എനിക്ക് പാർവതിയോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എല്ലാരും പോയിക്കോ. ഓ പാർവതി വാ. കൈലാഷ്, ദേവി, ഇത് നീ ഇപ്പൊ ഇവിടെ നിന്ന് പോ. നാളെ രാവിലെ എത്ര വേണമെങ്കിലും ഇവളോട് സംസാരിച്ചോ. ഐ കാൺ വെയിറ്റ്. എനിക്കിപ്പൊ സംസാരിക്കണം. എന്താ കൈലാഷ് കാണിക്കുന്നേ? കൈലാഷ്, നീ വീട്ടിലേക്ക് പോവാൻ നോക്ക്. ആന്റി അങ്കിള് നിന്നെ കാണാതെ ടെൻഷനായിട്ടിരിക്കായിരിക്കും. കൈലാഷ് വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വാ, കം. തൊട്ടുപോലെ തന്നെ. യു ഡോണ്ട് എവർ ട്രസ്റ്റ് മീ. ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാനല്ല വന്നത്. പോന്നത്. ഗെറ്റ് ലോസ്റ്റ്. എന്താണെങ്കിലും പിന്നെ സംസാരിക്കാം. വേണ്ട, എനിക്ക് നിങ്ങൾ ആരെയും വിശ്വാസമില്ല. പിന്നെ സംസാരിക്കാം, പിന്നെ പറയാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ പറ്റിച്ചു. ഇന്ന് ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിച്ച് തീരുന്നവരെ ഒരാളും എന്റെ അടുത്തേക്ക് വന്നു പോരുത്. കൈലാഷിനോട് ഒന്ന് പോവാൻ പറ. സർ, എല്ലാരും പേടിച്ചിരിക്ക. സർ ഒന്ന് പോ. നീ സംസാരിക്കരുത്, കേട്ടല്ലോ? ഞാൻ സംസാരിക്കും. ഞാൻ മാത്രമേ സംസാരിക്കൂ. നീ എന്നെ പറ്റിച്ചു. ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്ത? നിന്നെ ജീവനതുല്യം സ്നേഹിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ്. നീ എന്നെ ദൈവത്തെ പോലെയാണല്ലേ കാണുന്നത്? എന്നെ അങ്ങനെ കാണാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? എനിക്കറിയാം നീ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തതിന് കാരണം അവനാ. അവനെ പോലൊരു ചതിയന് നിന്റെ മനസ്സിൽ നീ സ്ഥാനം കൊടുക്കും. പക്ഷെ എനിക്കതില്ല. അതെന്താ? അവനെ നീ എപ്പോ മുതലാ പ്രേമിക്കാൻ തുടങ്ങിയത്? ഈ സിറ്റിയിൽ വന്നതിന് ശേഷമല്ലേ? അല്ലേ? പക്ഷെ ഞാൻ നിന്നെ നാട്ടി വെച്ച് കണ്ടപ്പോ മുതൽ പ്രേമിച്ചു തുടങ്ങിയതാ. നീ ആരാണെന്ന് പോലും അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു. അതാണ് ട്രൂ ലവ്. ഞാൻ വലിയ പണക്കാരനായതാണോ നിന്റെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഞാൻ അതെല്ലാം വലിച്ചെറിഞ്ഞു വരാം. അപ്പോഴെങ്കിലും നീ എന്നെ ദൈവത്തെ പോലെ അല്ലാതെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണുമോ? അപ്പോഴെങ്കിലും എന്റെ സ്നേഹം നീ മനസ്സിലാക്കുമോ? എന്തെങ്കിലും ഒന്ന് പറയൂ പാർവതി. കൈലാഷ്, നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ? പാറു നന്നായി ആലോചിച്ച് നാളെ നിന്നോട് സംസാരിക്കും. തൽക്കാലം നീ പോ. പറ്റില്ല. ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ പോവില്ല. പാർവതി, അവനോ അതോ ഞാനോ? എനിക്കതിപ്പോ അറിയണം. പറ.
പറയാതെ ഞാൻ എങ്ങോട്ടും പോവില്ല. ദേ ഞാൻ ഇവിടെ കുത്തിയിരിക്കാം. കൈലാഷ് എണീക്ക്. കൈലാഷ് എന്താ ഇത്? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നീ ഇതെവിടെ പോന്നെ? അതൊക്കെ പറയാം. ജെനി, വെറുതെ പാറുവിന് വേണ്ടി എന്നെ വിളിച്ചോണ്ടിരിക്കണ്ട. അയ്യോ പ്രിയ, ഞാൻ അതിനു വേണ്ടി വിളിച്ചതല്ല. പ്രിയൻ കൈലാഷ് സാറിനെ അല്ലേ തെരഞ്ഞോണ്ടിരിക്കുന്നേ? എന്നാ നേരെ ഹോസ്റ്റലിലേക്ക് പോരെ. അദ്ദേഹം ഇവിടെ കുടിച്ചു വന്നിട്ട് വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാരും പേടിച്ച് നിൽക്കുക. കൈലാഷ് സാറ് ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്നു വരും. പാറുവിനോട് നിയന്ത്രണം വിട്ട് തിരിച്ചൊന്നും പറയരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. കൈലാഷ് സാറിന് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം വലിയ ഷോക്കായെന്ന് തോന്നുന്നു. അദ്ദേഹം പ്രിയനെ പറ്റി നല്ല ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. പാറു എത്ര നേരം പ്രതികരിക്കാതെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു 5 മിനിറ്റിൽ അവിടെ എത്തും. അതുവരെ വിഷയം കൈവിട്ടു പോകാതെ നോക്കണം. ഞാൻ ശ്രമിക്കാം. കൈലാഷ്, ഇവൾക്കൊക്കെ വേണ്ടി നീ എന്തിനാ സ്വയം തരം താഴ്ന്ന്? എണീക്ക് കൈലാഷ്. Don't touch me. Don't touch. പാർവതി, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എന്തുകൊണ്ടാ നീ എനിക്ക് പകരം അവനെ തിരഞ്ഞെടുത്തത്? എന്താ എനിക്കൊരു കുറവ്? സാറിനൊരു കുറവുമില്ല. എനിക്ക് സാറിനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. അതെന്താ സാറിന് മനസ്സിലാവാത്തത്? സാർ ഇതുപോലെ നിലം മറന്ന് പെരുമാറിയ അതിന്റെ പാപം എനിക്ക് തന്നെ കിട്ടും. ദയവ് ചെയ്ത് സാർ വീട്ടിലേക്ക് പോവും. ഇപ്പൊ നീ എന്തിനാ എന്റെ മുമ്പേ കൈവപ്പ് വെക്കുന്നത്? ഞാനെന്താ ദൈവമാണോ? മനസ്സ് വിഷമിച്ചപ്പോ കുടിച്ച് ബഹളം വെക്കുന്ന വെറൊരു സാധാരണക്കാരന്. പാർവതി, ഇനിയെങ്കിലും നിനക്കെന്നെ ബഹുമാനിക്കുന്ന നിർത്തിക്കൂടെ?